അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ജിബ്രീലേ റൂഹ് പിടിക്കാൻ തുടങ്ങിക്കോ, അസ്രായീലേ റൂഹ് പിടിക്കാൻ തുടങ്ങിക്കോ. അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് വേദന സഹിക്കാൻ കഴിയുന്നില്ല, അല്ലാഹുവിന്റെ റസൂലിന് താങ്ങാൻ കഴിയുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അസ്രായീൽ ഒന്ന് പതുക്കെ പിടിക്കുവോ അസ്രായീൽ, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അസ്രായീൽ. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിട്ട് താമസമുണ്ടല്ലോ. അസ്രായീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാ നബിയേ, പ്രസവിച്ച് കിടന്ന ചോര കുഞ്ഞിന്റെ റൂഹ് പോല് എന്റെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് നബിയേ. പക്ഷേ ഇന്ന് വരെ വിറച്ചിട്ടില്ല നബിയേ, എന്റെ കൈ ഇന്ന് വരെ വിറച്ചിട്ടില്ല നബിയേ. യാ റസൂലല്ലാഹ്, ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. ഇതിനേക്കാളും മയമായി എനിക്ക് റൂഹ് പിടിക്കാൻ അറിയില്ല നബിയേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അസ്രായീൽ റൂഹ് പിടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് കണ്ടപ്പോ വേദന സഹിക്കാൻ കഴിയാതെ എഴുന്നേൽക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുത്ത് തന്റെ മടിയിൽ വെച്ചിട്ട് വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് തന്റെ ഭർത്താവിന്റെ മുഖം തുടച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് സഹിക്കാൻ കഴിയുന്നില്ല. സ്നേഹനിധിയായി തന്റെ പ്രിയപ്പെട്ട ഭാര്യ മുഖമിങ്ങനെ തുടച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, ഇന്നലിൽ മൗതി ലസക്റാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ, തയ്യാറെടുക്കണേ ആയിഷ, ദുആ ചെയ്യണേ ആയിഷ. മരണസമയത്ത് റബ്ബ് നിന്നോട് കരുണ കാണിക്കാതെ നീ ദുആ ചെയ്യണേ ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, വേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുകയാ. ആ സമയത്താണ് ഒരു സഹാബി, അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരികയോ. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരുന്നിട്ട് ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാണ്. കാരണം ആ സഹാബിയുടെ കയ്യിൽ ഒരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആ 18 വയസ്സുകാരിക്ക് മനസ്സിലായി, എന്റെ ഭർത്താവിന് പല്ല് തേക്കാൻ ആഗ്രഹമുണ്ടെന്ന്. പെങ്ങളെ, മിസ്വാക്ക് വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയോ. പക്ഷേ പ്രവാചകന്റെ കൈ ചലിക്കുന്നില്ല, സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല ആ മിസ്വാക്ക് എടുത്ത് തന്റെ പല്ലിൽ വെച്ച് ചവച്ചിട്ട് കുഞ്ഞുങ്ങളുടെ പല്ല് ഉമ്മ തേച്ച് കൊടുക്കുന്നത് പോലെ തന്റെ ഭർത്താവിനെ ഇങ്ങനെ നെഞ്ചിലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മഹദി ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകന് പല്ല് തേച്ച് കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, പല്ല് തേച്ച് കഴിഞ്ഞു, അരയുടെ ഭാഗം വരെ റൂഹത്തി. ആ സമയമുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് ഒരു സഹാബി കടന്നു വരികയോ. മഹാനായ ഉസാമ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വളർത്തു മകനായ ഉസാമ. ഉസാമ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളാഹിയുടെ കൈ ചലിക്കുകയാ. പല്ല് തേക്കാൻ പോലും ഉയരാത്ത കൈയുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ 2 കൈയും ഇങ്ങനെ ഉയരുകയാണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകൻ 2 കൈയും ഇങ്ങനെ ഉയർത്തിയിട്ട് ചേർത്തിങ്ങനെ പിടിച്ചിട്ട് തന്റെ വളർത്തു മകനായ ഉസാമയോട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു. ഉസാമ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് ഉസാമ. പൊന്നുമോനെ, റബ്ബനോട് കരുണ കാണിക്കാ. അല്ലാഹു എന്റെ മരണവേദന കുറച്ചു തരാ, ഒന്ന് ദുആ ചെയ്യ് ഉസാമ.
അള്ളാഹുവിന്റെ പ്രവാചകം പോലും പറഞ്ഞു പോയെങ്കിലോ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് നമ്മുടെ അവസാനമൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുതിയിട്ട് കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാ. ഒരു ദിവസം കോടാനുകൂടി അപരാധം ചെയ്യുന്ന എന്റെയും നിന്റെയും അവസ്ഥയൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മരണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? മയ്യത്ത് കുളിപ്പിക്കുന്നവരുണ്ടല്ലോ, കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയ മയ്യത്തുകൾ കാണാമല്ലോ എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. റബ്ബിനോട് ദുആ ചെയ്യടേ. അല്ലാഹുവിന്റെ റസൂല് പോലും പറഞ്ഞു, ആയിഷ ഇന്നലിൽ മൗതി ലസക്റാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ. പടച്ചുറപ്പേ, കരുണയുള്ള അല്ലാ, ഞങ്ങളുടെ മരണവേദന നീ കുറച്ചു തരണേ അല്ലാ. ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ, ഞങ്ങളോട് നീ ദയ കാണിക്കണേ അല്ലാ. കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി മരിക്കുന്നവരെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലോ. ഈ മജ്ലിസ് അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ. മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാം, ഒന്നാമതായിട്ട് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മലമൂത്ര വിസർജനം. ഏത് മൃഗത്തെയും അറുത്തിടുമ്പോൾ എല്ലാ മൃഗങ്ങളും കൈകാലടിച്ചിട്ടാ മരിക്കണേ. കോഴിയാണെങ്കിലും ആടാണെങ്കിലും പോത്താണെങ്കിലും ഏത് ജീവിയെ നമ്മൾ അറുക്കുമ്പോൾ കയ്യും കാലും തലയൊക്കെ ഇട്ട് അടിച്ചിട്ടാ മരിക്കണം. മനുഷ്യൻ മാത്രം അങ്ങനെ അടിക്കാറില്ല. മനുഷ്യൻ മാത്രം മരിക്കണം. അടുത്ത് നിൽക്കുന്നവൻ പോലും അറിയില്ല ഈ മനുഷ്യൻ മരിക്കാന്ന്. എന്തെന്നറിയോ? കയ്യും കാലും ഇട്ട് അടിക്കാത്ത എന്തെന്നറിയോ? അല്ലാഹുവേ, ഹദീസിന്റെ കിതാബുകളിൽ കാണാം 500 മലക്കുകൾ. അല്ലാഹുവേ, 250 മലക്കുകൾ വലതു ഭാഗത്ത്, 250 മലക്കുകൾ ഇടതു ഭാഗത്ത്, 500 മലക്കുകൾ റൂഹ് പിടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ 500 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ച് വെച്ചു കൊടുക്കണമെങ്കിൽ എത്ര വേദനയായിരിക്കും. അള്ളാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ. അള്ളാഹുവെ, പടച്ചവനെ, സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിലെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ പടച്ചവനെ. സംഘാടകർ ബക്കറ്റ് എടുത്തോ? ബക്കറ്റില്ലേ? ബക്കറ്റ് പിരിവില്ലേ? ഒരു നല്ല സദക്ക. അള്ളാഹുവെ, പടച്ചവനെ, എനിക്കൊരു നല്ല മരണം തരണമെന്നുള്ള ഒറ്റ നിയ്യത്തോടൊരു സദക്ക എല്ലാവരും. ഇത് ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റ് പിരിവൊന്നും ഇല്ലേ? ഉണ്ടോ? ഇത് പെട്ടെന്നെടുത്ത് എല്ലാവരും പോക്കറ്റ് കയറ്റിട്ട് ഒരു നല്ല സദക്ക. ഞാൻ നിർത്തുകയാ. ഒരു നല്ല സദക്ക എല്ലാവരും പോക്കറ്റിൽ കൈയിട്. അല്ലാഹു കബൂലാക്കട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അർഹമർ റഹീമായ അല്ലാഹ്, കരുണയുള്ള അല്ലാ, പടച്ചവനെ, ഈ സദക്ക കൊടുക്കുന്ന എല്ലാവർക്കും നീ ഒരു നല്ല മരണം കൊടുക്കണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. മരിക്കുന്ന സമയം സ്വർഗത്തിന്റെ ചിത്രം കണ്ട് വെള്ളിയാഴ്ച രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഈ സദക്ക അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ദിവസം ഇവിടുന്ന് പോകണം. ഇവിടുന്ന് ഒരു ദിവസം എന്തായാലും പോകണം. ആ പോകുന്ന യാത്ര നന്നാക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണവേദന കുറച്ച് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ, നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്കും. നല്ല മരണം അൽഹംദുലില്ലാ അല്ലാഹു നൽകട്ടെ. അല്ലാഹു നൽകട്ടെ. 4 കാര്യം ആരുടെ ജീവിതത്തിലുണ്ടോ അവൻ അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യം ആരുടെ ജീവിതത്തിലുണ്ടോ അവന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോ
നമ്മുടെ ശത്രു ഉണ്ടല്ലോ അല്ലേ? നമ്മളിപ്പോ ഞാൻ മരിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ മയ്യത്ത് കാണാൻ വരും. വീടിന്റെ വെളിയിൽ വന്ന് വരിവരിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴും പറയും, കയ്യിലിരിപ്പ് കൊണ്ട ചെറുപ്രായത്തിലേ പോയി അല്ലേ? ഇവിടെ മയ്യത്ത് കാണാൻ വരുമ്പോ പോലും വീടിന്റെ വെളിയിൽ നിന്ന് നമ്മുടെ ഇറച്ചി തിന്നുന്നവരുണ്ടാവും. മയ്യത്ത് കണ്ടിട്ട് കസേര എടുത്തിട്ടിട്ട് അകത്തൊരു ചെറുപ്പക്കാരന്റെ ജനാസ കിടക്കുന്നു, വീടിന്റെ വെളിയിലിരുന്ന് പച്ച ഇറച്ചി തിന്നുന്ന ആൾക്കാരുണ്ട്. എന്റെ ചെറുപ്പക്കാരോട്, എന്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാ, നീ മരിച്ചെന്ന് കേൾക്കുമ്പോ നിന്റെ ശത്രു വരും. അവൻ വന്നിട്ട് വീടിനകത്ത് വന്നിട്ട് നിന്റെ മുഖത്തിട്ടിരിക്കുന്ന തുണി ഇങ്ങനെ ഉയർത്തിയിട്ട് അവൻ പോലും അത്ഭുതപ്പെടണം, ഇതെന്താ മരണം. ഇറങ്ങി പോകുന്ന സമയത്ത് അവൻ അള്ളാഹിനോട് പറയണം, അള്ളാഹുവേ എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ എന്ന് ദുആ ചെയ്യണം. അള്ളാഹു അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. 4 കാര്യമാരുടെ ജീവിതത്തിലുണ്ടോ അവന്റെ മരണം നല്ല മരണമായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിർത്താറായോ? 11 മണിയായ 10:45. ഇൻഷാ അല്ലാഹ് 4 കാര്യമൊന്നും പറയാൻ പറ്റൂല, ഒരെണ്ണമെങ്കിലും പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയാ. ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? കുറച്ചു നേരം കൂടി ഇരിക്കൂലേ? നിർത്താറായ? ദുആ ചെയ്യണം. സന്തോഷം. കാരണം എന്ന് പറഞ്ഞാല് എൻ്റെ ഭാര്യ ഇവിടെ വന്നിരിക്കുക. ഇനി ഇതുങ്ങളെ കൊണ്ട് വീട്ടിൽ പോയിട്ട് നാളെ രാവിലെ ചങ്ങനാശ്ശേരിക്ക് പോകണം. ഡ്രൈവർമാരൊന്നുമില്ല, ഒറ്റയ്ക്ക് തന്നെ പോകേണ്ട അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇരിക്കും. ഉസ്താദ് ഒരു 4 കാര്യത്തിൽ ഒരെണ്ണമെങ്കിലും പറയണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈപൊക്കിക്ക്. 4 പറയും. ഇങ്ങനെയാണെ പറയും. എനിക്കാണെങ്ങനെ നിന്ന് വഴുതു പറയുന്ന ഞാൻ നല്ലത്. ഇരിക്കുമ്പോ എല്ലായിടത്തും വേദന, അവിടെ ഇവിടെയൊക്കെ വേദന. അല്ലാഹ് നമുക്കൊക്കെ പോകാൻ സമയമായി. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകണം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണം എത്തി എന്ന് മനസ്സിലാക്കിയിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അള്ളാഹു ഭാഗ്യം തരട്ടെ. മരണം എത്തി എന്ന് മനസ്സിലാക്കിയിട്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് മരിക്കണം. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം അടുത്തു എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ മനുഷ്യന്മാരെ? ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്ന് മനസ്സിലാക്കാൻ വല്ല വഴിയുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഒരു മനുഷ്യൻ വേണ്ട, നിനക്ക് നിന്റെ കാര്യം തന്നെ. ഒരു മനുഷ്യന്റെ മരണം അടുത്തോ എന്നറിയാൻ വല്ല അടയാളം ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ഇല്ല? ഉണ്ടോ? ഇല്ലേ? 3 അടയാളമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ. ഒരു മനുഷ്യന്റെ മരണം അടുത്തിട്ടുണ്ടോ എന്നറിയാൻ 3 അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരട്ടെ. ഒരു 3 അടയാളം പറഞ്ഞു തരട്ടെ. നീ വേറെ ആരെയും നോക്കണ്ട, നിനക്ക് പോകാൻ. ഈ പറയുന്ന 3 അടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ ഇന്ന് നന്നായിക്കൊള്ളണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അത് നന്നാവൂലേ? ഒറ്റ അടയാളം, ഈ പറയുന്ന 3 എണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ കൂട്ടിക്കോ, നീ എപ്പോ വേണമെങ്കിലും പോകാം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് ഇന്ന് വയല് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവാം. ഇന്ന് വയല് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് നേരെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കണം. എന്താ ഇപ്പൊ അവിടെ ബഹളം? സ്ഥാന അത് ഈ പറയുന്ന അടയാളം വല്ലതും ഉണ്ടോ നോക്ക അവിടെ ഇരുന്ന്. എന്നിട്ട് പേപ്പറും പേനയൊക്കെ ചിരിക്കണ്ട, പഠിച്ചോ. ഇന്ന് വയല് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കണം. എന്നും ഗ്ലാമറല്ലേ നോക്കണേ? എന്നും പോയിട്ട് സുന്ദരനാണോ, അങ്ങനാണോ, ഇങ്ങനാണോ എന്നൊക്കെ നോക്കും നമ്മളൊക്കെ. പക്ഷെ ഇന്ന് വയല് കഴിഞ്ഞ് പോയിട്ട് സൗന്ദര്യം ഒന്നും നോക്കരുത്. കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് നല്ലതുപോലെ ഈ തലയിലിട്ടിരിക്കുന്ന തൊപ്പിയും തോർത്തും ഷാളൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. എന്നിട്ട് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കണം, ഈ മുടിയിലും ഈ താടിയിലും. ബയാലു ശഅരിക ബഅദ സവാദിഹി, ഈ കറുത്ത മുടികൾക്കിടയിൽ എവിടെയെങ്ങാണം ഒരു വെളുത്ത രോമം കണ്ട വാപ്പ നിനക്ക് സമയം അടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. തലയിലെയോ താടിയിലെയോ കറുത്ത രോമത്തിന്റെ ഇടയിലെങ്ങാണം ഒരു വെളുത്ത രോമം കണ്ട ഇന്ന് നന്നായിക്കോ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ വെളുക്കാന്നുമില്ല അല്ലേ? വെളുക്കാന്നുമില്ല. വെളുത്ത വാപ്പമാര് താടിക്ക് വെളുത്ത് പടച്ചനെ അല്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുടി നരയ്ക്കുന്നത് മരണത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രായമുള്ള വാപ്പമാര് വരെ ക്ലീൻ ഷേവ അല്ലേ? ക്ലീൻ ഷേവ്. 50 വയസ്സായിട്ട് നന്നാകാത്തവനെ പിന്നെ അള്ളാഹു നന്നാക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പഠിച്ചൊറ്റ ഹദീസ്. 50-55 വയസ്സായിട്ട് നന്നാകാത്തത് വീട്ടിൽ കണ്ടിട്ടില്ലേ? എല്ലാം നരച്ചു. ടിവിയുടെ മുന്നിൽ ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കുക. ഒരു സുബ്ഹാനല്ലാഹ് പോലും ആ മനുഷ്യൻ പറയൂല. ഒരു സുബ്ഹാനല്ലാഹ് പോലും. മക്കള് പറയാറുണ്ട്, എന്റെ ഉപ്പ എന്തപ്പ ഇങ്ങനെ ആയിപ്പോയെന്ന്. മോനെ,
55 വയസ്സ് കഴിഞ്ഞിട്ട് നന്നാകാത്ത വാപ്പ പിന്നെ അള്ളാഹു നിന്നെ നന്നാക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം നീ നന്നാകാൻ അള്ളാഹ് ഒരുപാട് ആഗ്രഹിച്ചു. നീ ആരോഗ്യത്തോടെ കൂടെ നടന്നപ്പോ അള്ളാഹ് വിചാരിച്ചു, പടച്ചവനെ ഇവനൊന്നും പള്ളി കയറിയിരുന്നെങ്കിൽ, ഒരു വക്കത്തെങ്കിലും നിസ്കരിച്ചിരുന്നെങ്കിൽ അള്ളാഹു എത്ര സന്തോഷം. അള്ളാഹ് ഒരുപാട് ആഗ്രഹിച്ചു. അന്നൊന്നും നീ കയറിയില്ല. നട്ടല് ഒടിഞ്ഞിട്ട് കിടന്ന് മലമൂത്ര വിസർജനം നടത്തി വീട്ടിൽ കിടക്ക. ഭാര്യ ആഗ്രഹിക്കുന്ന ഇയാളൊന്നും തീരുന്നില്ലല്ലോ. മക്കള് ദുആ ചെയ്യണം, വാപ്പ ഒന്ന് പോണേ അള്ളാഹ്. ആ സമയത്ത് പറയുക, ഒന്ന് നേരെ ആയിരുന്നെങ്കിൽ പള്ളിയിൽ പോകായിരുന്നെന്ന്. അന്ന് അള്ളാഹ് നിന്നെ തിരിഞ്ഞു നോക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ശരീരത്തിലെ ഏതെങ്കിലും രോമം നരച്ചിട്ടുണ്ടോ നന്നായി കൊള്ളണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. രണ്ട് നിത്യമായിട്ടുള്ള രോഗങ്ങൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, BP, തൈറോയ്ഡ്, എണ്ണാൻ മാത്രമേ സമയം കാണും. രാത്രി ചോറുണ്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ വാരിയിട്ട് ഒരു പിടി അൽഹംദുലില്ലാ ടാബ്ലറ്റ് കഴിക്കുന്നു. രോഗങ്ങൾ, നിത്യമായിട്ടുള്ള രോഗങ്ങൾ മരണത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3, പഴയതുപോലെ ഓടാനും ചാടാനും ഇരിക്കാനൊന്നും വയ്യ. പള്ളി വന്നിട്ട് കസേരയിലിരുന്ന നമസ്കാരം കുനിയാൻ വയ്യ, നടുവേദന, ജോയിന്റുകൾക്കൊക്കെ വല്ലാത്ത വേദന. നെഞ്ച് വിരിച്ച് നടന്നവൻ വളഞ്ഞു തുടങ്ങി, കൂനു വന്നു തുടങ്ങി, തൊലിയൊക്കെ പഴയ ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. അത് മരണത്തിന്റെ അടയാളമാണെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. ഈ പറഞ്ഞ 3 അടയാളത്തിൽ ഒരെണ്ണമെങ്കിലും ഈ സദസ്സിരിക്കണം. നമ്മൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ, നമ്മളിൽ 98% ആൾക്കാർക്കും വന്നു കഴിഞ്ഞു. അള്ളാഹു നന്നാവാൻ ഭാഗ്യം തരട്ടെ. ഞാൻ ഇന്നലെ വഅദിന് വരുമ്പോൾ നോക്കിയപ്പോൾ ഒരു മുടി നരച്ചിരിക്കണം എൻ്റെ താടിയിൽ. എനിക്കും സമയമായി. അള്ളാഹു തയ്യാറെടുക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2% ആൾക്കാർക്ക് വന്നിട്ടില്ല. ചെറുപ്പക്കാരിരുന്ന് ചിരിക്കണ, അളിയാ എനിക്ക് സമയമായില്ലടാ. 3 ഇല്ല. ഈ 3 അടയാളം എനിക്ക് വന്നിട്ടില്ല. എടാ മനുഷ്യ, അതിനർത്ഥം മരണം എത്തിയെന്നല്ല. ചിലപ്പോ ഇത് 3ഉം വേണ്ട, ഒറ്റയടിക്ക് പോകും. ചിലപ്പോ ഈ 3 അടയാളവും വേണ്ട, ഒറ്റയടിക്ക് അങ്ങ് പോകും. അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് തൊട്ട് കാക്കട്ടെ. അള്ളാഹു അങ്ങനെയുള്ള യാത്രയ്ക്ക് തൊട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4 കാര്യങ്ങൾ ആര് ജീവിതത്തിൽ ചെയ്യുന്നു അവൻ അള്ളാഹു നല്ല മരണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? 1 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നല്ല മരണം വേണോ ചെറുപ്പക്കാരാ? നല്ല മരണം വേണോ ഉപ്പാ? വെള്ളിയാഴ്ച രാവിലെ എത്രയോ പേരുടെ ജനാസ കൊണ്ട് നീ പോയി കബറടക്കിയവനാണ്. പക്ഷേ നിനക്കതുപോലെയൊന്ന് പോകണ്ടേ? മയ്യത്ത് കണ്ടിട്ടിറങ്ങി വരുമ്പോ പറയും, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. അവന്റെ മുഖത്തെ പ്രകാശം കണ്ടോ, അവന്റെ മുഖത്തെ ചിരി കണ്ടോ? വല്ലവന്റെ ജനാസ കണ്ടിട്ട് വരുമ്പോ പറഞ്ഞാ പോരാ, നിനക്കും അതുപോലെയൊന്ന് പോകണ്ടേ വാപ്പാ? എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, നല്ല മരണം വേണോ പൊന്നുമോളെ? നല്ല മരണം വേണോ പൊന്നുമോള്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്ത്. എന്റെ പ്രിയമുള്ളവരെ, റൂഹ് പിടിച്ച് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് ചലിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് ചലിക്കുകയാ. അല്ലാഹുവേ, സഹാബത്ത് ഇങ്ങനെ ചെവി കൊണ്ടുവന്ന് റസൂലുള്ളാഹിയുടെ ചുണ്ടിലേക്ക് ചേർത്ത് വെക്കുമ്പോ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് റൂഹ് ഇങ്ങനെ പിടിക്കുന്ന സമയത്തും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഏതെന്നറിയുമോ? 5 നേരത്തെ നിസ്കാരം മറക്കല്ലേ, 5 നേരത്തെ നിസ്കാരം നീ മറക്കല്ലേ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവരോട്, ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ, ഇന്നത്തെ ദിവസം 5 നേരം കൃത്യമായി നിസ്കരിച്ച ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ നിൽക്കുകയോ. പടച്ചവര്, മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ നിൽക്കുമ്പോ അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ കടന്നു വരികയോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ രൂപം കണ്ടിട്ട് പേടിച്ച് വിറയ്ക്കുകയോ. റസൂലുള്ളാഹിയുടെ കണ്ണ് നിറഞ്ഞു പോയി, ശരീരം തളർന്നു പോയി. കാരണം കണ്ണിലൂടെ തീപന്തം പോലെ തീ ഇങ്ങനെ വരികയാണ്. പടച്ചവരെ,
അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, അസ്റായീൽ നിനക്കൊന്ന് ചിരിച്ചുകൂടെ? അസ്റായീൽ നിനക്കൊന്ന് നല്ല വസ്ത്രം ധരിച്ചുകൂടെ? അസ്റായീൽ ഈ കിടക്കുന്നത് കാഫിറല്ലല്ലോ, ഈ കിടക്കുന്നത് ഒരു കാഫിറല്ലല്ലോ, ഒരു മുസ്ലിമാണല്ലോ അസ്റായീൽ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ അസ്റായീൽ പറയുന്നു, യാ റസൂലല്ലാഹ് ഞാൻ ചിരിക്കൂല നബിയേ, ഞാൻ നല്ല വസ്ത്രം ധരിക്കൂല നബിയേ, ഇവനോട് ഞാൻ കരുണ കാണിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, കാരണം എന്തേ അസ്റായീൽ ഇവനോട് കരുണ കാണിക്കാത്തതിന്റെ കാരണമെന്തോ? അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് ഈ ദിവസത്തെ കുറിച്ച് ഞാൻ ഇവരോട് പറഞ്ഞു കൊടുത്തതാ, ഈ ദിവസത്തെ കുറിച്ച് ഇവനോട് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുത്തതോ. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇന്നത്തെ ദിവസം 5 നേരം അസ്റായീൽ നിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്, മരണത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്, നിന്റെ മരണത്തിന്റെ സമയത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. കാണണോ ചെറുപ്പക്കാരാ, അസ്റായീൽ റൂഹ് പിടിക്കാൻ മാത്രമല്ലടാ വരുന്നത്. നിനക്ക് അസ്റായീലിനെ കാണണോ? ആർക്കെങ്കിലും അസ്റായീലിനെ കാണണോ? പൊന്നുമോനെ, നാളെ രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകണോ? ഇന്ന് വീട്ടിൽ പോയി കിടന്നുറങ്ങി. അല്ലാഹുവേ, നാളെ രാവിലെ സുബഹിക്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ട് പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് പള്ളിയുടെ വെളിയിലുള്ള പൈപ്പിൽ നിന്ന് ഉളുവെടുത്തിട്ട് പള്ളിയുടെ വാതിലുണ്ടല്ലോ വലത് കാലെടുത്ത് നാളെ പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് വലത് കാലെടുത്ത് പള്ളിയിൽ വെക്കുമ്പോ വലത് ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ചിരിക്കുന്ന മുഖത്തോട് നല്ല വസ്ത്രങ്ങൾ ധരിച്ചു നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന അതേ രൂപത്തില് അസ്റായീൽ പള്ളിയുടെ കവാടത്തിൽ നിൽക്കുന്നുണ്ട്. പള്ളിയിലേക്ക് കയറി ചെല്ലുന്ന നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അസ്റായീൽ പറയുന്നു, ചെറുപ്പക്കാരാ നിലനിർത്തണേ പൊന്നുമോര്, നിലനിർത്തണേ പൊന്നുമോര്, എങ്കിലും മരിക്കുന്ന സമയത്ത് എന്നെ നിനക്കിതുപോലെ കാണാമെന്ന് ഓരോ ദിവസവും 5 പ്രാവശ്യം അസ്റായീൽ പറയുകയോ. നിസ്കരിക്കാത്തവരോടും പറയുന്നുണ്ട്, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നവളോട് പറയുന്നുണ്ട്, അവളുടെ വീടിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, വെള്ളിയാഴ്ച രാവായിട്ട് പോലും മഗ്രിബ് നിസ്കരിക്കാതെ നീരുന്ന് അഹങ്കരിച്ചോ പൊന്നുമോള്, ഒരു ദിവസം ഞാൻ വരുമടി, അന്നെന്നെ കണ്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി മൃഗങ്ങളെ ചാകുന്നത് പോലെ നിനക്ക് ചാകേണ്ടി വരുമെന്ന് ഇന്ന് അസ്റായീൽ വന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞു പോവുകയോ. അല്ലാഹുവിന്റെ റസൂലിനോട് അസ്റായീൽ പറയുന്നു, യാ റസൂലല്ലാഹ് ഇതുപോലെ ഞാൻ ഇവന് പറഞ്ഞു കൊടുത്തു നബിയേ, അനുസരിച്ചില്ല നബിയേ, അനുസരിച്ചില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് പേടിച്ച് കരഞ്ഞുകൊണ്ട് വീടിനകത്ത് നിന്നിറങ്ങുകയാണ്. ആ ചെറുപ്പക്കാരന്റെ ഭാഗത്ത് നിന്നിറങ്ങുകയാണ്. വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ അസ്റായീൽ, അസ്റായീലേ ആരുടെയെങ്കിലും റൂഹ് പിടിക്കുന്ന സമയത്ത് നീ ഒന്ന് ചിരിക്കുമോ അസ്റായീൽ? നീ കരുണ കാണിക്കുമോ അസ്റായീൽ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ അസ്റായീലിന്റെ മുഖം പാടുകയാ, അസ്റായീലിന്റെ കണ്ണ് നിറയുകയാ. യാ റസൂലല്ലാഹ് എനിക്കൊരു കൂട്ടുകാരനുണ്ട് നബിയേ, എന്റെ കൂട്ടുകാരന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ഇസ്രായേലിനൊരു കൂട്ടുകാരനുണ്ട്, അവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ഇന്നല്ലദീന തതവഫാഹുമുൽ മലായികതി തയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും. 5 നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, ഇന്ന് രാത്രിയാണ് നീ മരിക്കുന്നതെങ്കിൽ അസ്റായീൽ വരുന്നത് എങ്ങനെയെന്നറിയുമോ? വെള്ള വസ്ത്രം ധരിച്ചിട്ട് അതാ
അസ്റായിൽ നിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു അസ്സലാമു അലൈക യാ വലി അല്ലാഹ്. സലാം പറഞ്ഞിട്ട് കടന്നു വരികയോ, സലാം പറഞ്ഞിട്ട് കടന്നു വരികയോ. പടച്ചവര് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. കാലിന്റെ തള്ളവിരൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. എന്റെ പ്രിയമുള്ള വാപ്പാ, ചെറുപ്പക്കാര് പള്ളിയിൽ പോകാത്ത കാലത്ത് വീട്ടിൽ കിടക്കുന്ന നിന്റെ മക്കള് പോലും പള്ളിയിൽ പോകാതിരിക്കുമ്പോ നിന്റെ ചാരത്തൊരു പുതപ്പിന്റെ കീഴിൽ കിടന്ന ഭാര്യ പോലും എഴുന്നേറ്റ് നിസ്കരിക്കാത്ത സമയത്ത് രോഗം പിടിച്ച നീ എഴുന്നേറ്റ് വേച്ച് വേച്ച് പടന്ന് പള്ളിയിൽ പോയി നിസ്കരിച്ചത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നു? അല്ല നിനക്ക് തരുന്ന പ്രതിഫലം അറിയുമോ? അല്ല നിനക്ക് തരുന്ന പ്രതിഫലം അറിയുമോ? എന്റെ പ്രിയമുള്ള വാപ്പാ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്തേക്ക് ശപിക്കപ്പെട്ട ശൈത്താനുണ്ടല്ലോ. ആ കിടക്കുന്ന മനുഷ്യന്റെ മരിച്ചുപോയ വാപ്പയുടെ രൂപത്തില്, ഉമ്മയുടെ രൂപത്തില് കയ്യിലെ വെള്ളവും പിടിച്ചുകൊണ്ട് ഇടത് സൈഡിലേക്ക് കടന്നു വന്നിട്ട് ഈ പ്രപഞ്ചത്തിലെ വെള്ളം മുഴുവനും കുടിച്ചാലും ദാഹം തീരാത്ത സമയമല്ലോ. ആ സമയത്ത് വെള്ളം കൊണ്ടുവന്ന് ചുണ്ടിന്റെ ഭാഗത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് ശപിക്കപ്പെട്ടവന് പറയുന്നു, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയല്ലേ പൊന്നുമോര്. നിന്റെ വാപ്പയാ പറയുന്നത്, നിന്റെ ഉമ്മയാ പറയുന്നത്. ശപിക്കപ്പെട്ട ശൈത്താൻ നമ്മളെ ചതിക്കാൻ നോക്കുമ്പോ അള്ളാന്റെ റസൂലിനോട് അസ്റായിൽ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്തേ പ്രതിഫലമെന്നറിയുമോ? നിസ്കരിച്ചവന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ആ സമയത്ത് വലത് ഭാഗത്ത് നിന്നുകൊണ്ട് അസ്റായിൽ എന്ന മലക്ക് നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് പിടിക്കാൻ കൈയെടുക്കുന്നതിന് മുമ്പ് അവിടുന്ന് പറമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്റായിൽ പറഞ്ഞു തരികയാ. അസ്റായിൽ പറഞ്ഞു തരികയാ, റൂഹ് പിടിക്കുന്നതിന് മുമ്പ് വാപ്പാ നീ എവിടെ കിടന്ന് മരിക്കട്ടെ, നീ മരിക്കുമ്പോ നിന്റെ കൂടെ ആരില്ലെങ്കിലും നീ പേടിക്കണ്ട. നിന്റെ മക്കളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നില്ലെങ്കിൽ, നിന്റെ ഭാര്യ പറഞ്ഞു തന്നില്ലെങ്കിൽ, നിന്റെ കൂടപ്പിറപ്പ് പറഞ്ഞു തന്നില്ലെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നത്? അസ്റായിൽ പറഞ്ഞു തരും, പറമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയടാ. ഇത് പറഞ്ഞാലേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഞാൻ ആരെന്നറിയുമോ? ദുനിയാവിലെയും ആഖിറത്തിലെയും നിന്റെ കൂട്ടുകാരനാ. ഓരോ ദിവസവും 5 നേരം നിന്നെ കെട്ടിപ്പിടിച്ച കൂട്ടുകാരനാടടാ. പറമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അസ്റായിൽ പറഞ്ഞു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യന് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അസ്റായിൽ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 2 ഞാൻ വിശദീകരിക്കുന്നില്ല. മരിക്കുന്ന സമയത്ത് നല്ല മരണം കിട്ടണമെങ്കിൽ 2. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ അസ്റായിൽ അലൈഹിസ്സലാം ഒരിക്കൽ ഇറങ്ങി വന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, മൻ സല്ല അലൈക ഫീ കുല്ലി യൗമിൻ 10 മറ. അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങയുടെ പേരിൽ ഒരു ദിവസം 10 പ്രാവശ്യം, ഒരു ദിവസം 10 പ്രാവശ്യം ആരെങ്കിലും മുടങ്ങാതെ അങ്ങയുടെ പേരിൽ 10 സ്വലാത്ത് പറഞ്ഞാൽ അവൻ അള്ളാഹു നല്ല മരണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ 10 സ്വലാത്ത് പറയുന്ന മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നത് പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കുന്നത് പോലെ അസ്റായിൽ റൂഹ് പിടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 10 സ്വലാത്ത് അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു 10 സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ പറയൂലേ? ഇന്ന് മുതൽ പറയൂലേ? നിയ്യത്ത് ചെയ്യുന്നവര് കൈവെക്ക് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, വഅദ് രക്ഷപ്പെട്ട്, ഞാൻ രക്ഷപ്പെട്ട്, വഅദ് കൊണ്ട് നേട്ടം ഉണ്ടായി ഇൻഷാ അല്ലാഹ്. അള്ളാഹു വിജയിപ്പിക്കട്ടെ. അള്ളാഹു ഈ ഉയർത്തിയ കൈകൊണ്ട് ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3-ാമത്തെ കാര്യം, 4 കാര്യങ്ങളിൽ 3-ാമത്തെ കാര്യം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആരെങ്കിലും ഓതിയാൽ അള്ളാഹു അവന് നല്ല മരണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യൻ അള്ളാഹു നല്ല മരണം കൊടുക്കും. അള്ളാഹു ഭാഗ്യം തരട്ടെ,
അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇന്നത്തെ ദിവസം, ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ, ഇന്നത്തെ ദിവസം ഈ വയലിന് വരുന്നതിന് മുമ്പ് നിസ്കരിച്ച സമയത്തല്ലാതെ ഒരു കുൽഹു അല്ലെങ്കിലും ഓതിയവരെന്ന് കൈപൊക്കിക്കും. അള്ളാഹു കാക്കട്ടെ. പറഞ്ഞോ അള്ളാഹു കാക്കട്ടെ. ഇരിക്കണ കസേര കൂടങ്ങ് പോയാലോ. കാരണം ഇന്ന അഅതൈനാകൽ കൗസർ ഫസല്ലി റബ്ബിക വൻഹർ ഇന്ന ശാനി ഓതാ സമയമില്ല. തിരക്ക്, ഇത്രയ്ക്കും തിരക്ക്. അള്ളാഹു നിങ്ങളുടെ തിരക്കൊക്കെ മാറ്റി തരുമാറാകട്ടെ. അള്ളാഹു തിരക്കൊക്കെ മാറ്റി തരുമാറാകട്ടെ. മാറും വാപ്പ ഈ തിരക്കൊക്കെ.